ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇവൻറ്റ്, ഒരു സ്റ്റഡി അബ്രോഡ് സബ്മിറ്റ് നമ്മൾ സ്റ്റുഡൻസിനായിട്ട് അവതരിപ്പിക്കുന്നത്. And we are very happy to say that this is a Super 100 Study Abroad Summit organized by Santa Monica Study Abroad and powered by Malayalam Manorama. ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഏകദേശം നൂറിലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പല രാജ്യങ്ങളുടെ സ്റ്റോൾസ് എന്നിവിടെ അവൈലബിൾ ആണ് സ്റ്റുഡൻസിനും അവരുടെ പേരൻസിനും വന്ന് കാണുവാനായിട്ട്. സോ നമ്മൾ ഈ സ്റ്റഡി അബ്രോഡ് സബ്മിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് പാനൽ ഡിസ്കഷൻ. സോ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ വെറ്ററൻസ്, അവരുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ് സ്റ്റുഡൻസിനും പേരൻസിനോട് സംസാരിക്കുകയാണ്. സോ ദാറ്റ് ഹാപ്പൻസ് ആസ് എ പാനൽ ഡിസ്കഷൻ ഫോളോഡ് ബൈ എ സെമിനാർ ആൻഡ് ദി എക്സ്പോ ഇസ് പാരലലി ഹാപ്പനിങ്. സോ ഈ എക്സ്പോയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റുഡൻസും പേരൻസും വന്ന് ഈ ഡെലിഗേറ്റ്സിനെ, യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സിനെ കണ്ട് അവരുടെ പ്രൊഫൈൽ ഡിസ്കസ് ചെയ്യുകയാണ്. സോ കുട്ടികൾ എന്തൊക്കെയാണ് പഠിച്ചത്, എന്ത് കോഴ്സ് എടുക്കാനാണ് അവർക്ക് ആഗ്രഹം, എത്ര സ്കോളർഷിപ്പ് ലഭിക്കും, അതുപോലെ ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് മാറുന്നത്, അത് ആ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ബാധകമായിരിക്കും തുടങ്ങിയ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാ സ്റ്റോൾസിലും യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവും ഉണ്ട്, സാന്റ മോണിക്കയുടെ ഒരു സ്റ്റാഫ് മെമ്പറും ഉണ്ട്. സോ പേരൻസിനും സ്റ്റുഡൻസിനും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ വളരെയധികം മാറിയിരിക്കുന്ന, ഒരുപാട് ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇസ് അറ്റ് യുവർ ഫിംഗർ ടിപ്പ്. നമ്മളൊന്ന് യൂട്യൂബ് എടുത്താൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്താൽ ഇൻഫർമേഷൻ ഒരുപാടാണ്. പക്ഷേ ഇതിലേതാണ് ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. സോ ദ റൈറ്റ് ഇൻഫർമേഷൻ, ദ മോസ്റ്റ് ഒത്തൻറ്റിക് ഇൻഫർമേഷൻ ഡയറക്ട്ലി ആ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇവർക്ക് ലഭിക്കുകയാണ്, വിത്തൗട്ട് എനി മിസ്ലീഡിങ്. സോ അത് തന്നെയാണ് ഈ സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കുട്ടികൾക്കായിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ്, അതുപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ്. ഇപ്പോൾ ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ, ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസും, ഇനി ഡിഗ്രി ഓൾറെഡി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞവർക്കായിട്ട് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് PG ഡിപ്ലോമ, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ്. ഇനി മാസ്റ്റേഴ്സ് ഓൾറെഡി കഴിഞ്ഞവർക്ക് വീണ്ടും മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ്. അതുപോലെ റിസർച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് MRes എന്ന് പറയും, നമ്മുടെ നാട്ടിലെ MPhil പോലെ മാസ്റ്റേഴ്സ് ബൈ റിസർച്ച്, ഒരു പ്രീ PhD പ്രോഗ്രാമാണ്. അത് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ട്രേഡ് കോഴ്സസ്, അതായത് പെട്ടെന്ന് ജോലിയിലേക്ക് അവരെ പ്രാപ്തരാക്കുന്ന ഡിപ്ലോമ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോഴ്സസ് ഉണ്ട്. ഇപ്പം IELTS ഒരു അല്പം കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അത് പോസിബിൾ അല്ലെങ്കിൽ പ്രീ സെഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് കോഴ്സോട് കൂടി പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഡെഫിനറ്റ്ലി ഇന്ന് ഒരു സിനാരിയോ പറയുകയാണെങ്കിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പ്രിഫർ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ കാനഡ തന്നെയാണ്, ബിക്കോസ് ഓഫ് ദി ജോബ് പ്രോസ്പെക്ട്സ് ആൻഡ് ദ സെറ്റിൽമെൻറ്റ് പ്രോസ്പെക്ട്സ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഐ ഷുഡ് സേ ഇപ്പോൾ UK വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനായി വന്നിരിക്കുകയാണ്. സോ ഇറ്റ്സ് കാനഡ, UK മോസ്റ്റ്ലി. ബട്ട് ഇപ്പോൾ ഒരു ട്രെൻഡ് മാറി വരുന്നത് ഇറ്റ്സ് മോർ ഓഫ് ഓസ്ട്രേലിയ ആൻഡ് US. സോ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ കുറച്ച് കുട്ടികളോട് സംസാരിച്ചപ്പോൾ ഇറ്റ്സ് മോസ്റ്റ്ലി US, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അതുപോലെ ജർമ്മനിക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട്. ഇപ്പോൾ യൂറോപ്പ് വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു ടൈമാണ്. സോ ഫ്രാൻസ്, സ്പെയിൻ, അതുപോലെ മോൾട്ട, ലാറ്റ്വിയ, ജർമ്മനി, നെതർലൻഡ്സ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സ്റ്റുഡൻസ് ഇപ്പോൾ ധാരാളമായി എൻക്വയർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് സ്റ്റോൾസിൽ പോയി യൂണിവേഴ്സിറ്റീസിനെ കാണാം എന്നതിനപ്പുറത്തേക്കുള്ളൊരു വലിയ അട്രാക്ഷൻ, സ്പോട്ട് ഓഫർ ലെറ്റർ അവർക്ക് ഇന്ന് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസിന് ഇന്ന് തന്നെ ഡെലിഗേറ്റ്സിനെ കണ്ട് അവരുടെ അഡ്മിഷൻ കാര്യങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് വിത്ത് സ്കോളർഷിപ്സ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോണിനായിട്ടുള്ള സൗകര്യം ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട് ലോൺ സൗകര്യം നോക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് 6ഓളം ബാങ്കുകളുടെ സ്റ്റോൾസ് അവൈലബിൾ ആണ്. അവരെ മീറ്റ് ചെയ്ത് ലോൺ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ IELTS, PT, TOEFL, OET, ജർമ്മൻ ലാംഗ്വേജ് തുടങ്ങിയ എക്സാംസിനായിട്ടുള്ള സ്റ്റോൾസ്, കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റോൾസ് ഉണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച്, ടൂർസ് ആൻഡ് ട്രാവൽസ്, അക്കോമഡേഷൻ. സോ ദിസ് ഇസ് ആക്ച്വലി എ കംപ്ലീറ്റ് package. You get everything here today at the Super 100 Study Abroad Summit organized by Santa Monica Study Abroad. Hi all, so today we are having a Super 100 Study Abroad Summit organized by Santa Monica Study Abroad and powered by Malayalam Manorama. So in this Study Abroad Summit, what is happening is we have universities participating. I think close to 100 plus universities are here from different parts of the world. So we have British universities, we have Canadian universities, US universities, Germany, Sweden, Spain, Malta, Latvia, Australia, New Zealand. So a lot of countries and close to 100 plus institutions are here.
So what happens here today is the students are coming along with their parents. So this is an era where information is at your fingertip. You open the social media and there's so much of information, but at the same time, the shocking thing is there is a little bit of misinformation as well. So today, the students are getting a great opportunity to meet the university representatives face to face. They can discuss their profile, what they have studied and what they wish to study further. They can talk about their marks, their percentage, and they can understand more about the scholarships, the job opportunities in those countries, and most importantly, what are the changes in those countries that would actually affect them in the next future coming years. So this is what is happening today, and the hall is full. It's so crowded with parents and students. So this is the beauty of the event, and we are open from 10 a.m. to 5 p.m. today, and it's going pretty well.